സ്നേഹമുള്ളവരെ, ഒരു വാക്ക്. ഇന്നത്തെ പ്രതിപാദ്യ വിഷയം ഞാൻ നിങ്ങളോടൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ദിവസങ്ങളിൽ, ഇന്നുൾപ്പെടെ ഈ ദിവസങ്ങളിൽ ദൃശ്യ-ശ്രാവ്യ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഷയമാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധിയുമായ ശ്രീ VD സതീശനും സമുദായ നേതാവും SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയുമായ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം എന്നിരിക്കെ, ആ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതിനു കാരണഭൂതനായ ശ്രീനാരായണ ഗുരുദേവനെ സ്പർശിക്കാതെ, സ്മരിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് ഞാൻ കരുതുക. ശ്രീനാരായണ ഗുരുദേവൻ തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ 1856 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ഭൂജാതനായി. കേരളത്തിൽ ജീവിച്ചിരുന്ന, അറിയപ്പെട്ട, എല്ലാവരും അംഗീകരിച്ചിരുന്ന നവോത്ഥാന നായകനും തികഞ്ഞ സാമൂഹിക പരിഷ്കർത്താവും ആയിരുന്നു ശ്രീ നാരായണ ഗുരു. ജാതി വ്യവസ്ഥയും സാമൂഹിക ദുരാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന ഒരു കെട്ട കാലഘട്ടത്തിൽ എല്ലാവർക്കും തുല്യനീതിയും സാമൂഹിക സമത്വവും ലഭ്യമാക്കാൻ, ഉറപ്പുവരുത്താൻ അദ്ദേഹം കഠിനമായി യത്നിച്ചു. സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ എന്നിവയ്ക്കെതിരെ അദ്ദേഹം പടവാളുയർത്തി. എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണം എന്ന് അദ്ദേഹം ശഠിച്ചു. അതിനായി അദ്ദേഹം കഠിനമായി യത്നിച്ചു. 1903 മെയ് മാസം 15-ാം തീയതി ഡോക്ടർ പൽപ്പുവിൻ്റെ സഹായത്തോടെ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതായത് SNDP യോഗം സ്ഥാപിച്ചു. 1916 അദ്ദേഹം നമുക്ക് ജാതിയില്ല എന്ന ശക്തമായ, വ്യക്തമായ ഒരു വിളംബരം നടത്തി. എല്ലാ മനുഷ്യരെയും ഒന്നുപോലെ കാണണമെന്നും ജാതി വ്യവസ്ഥ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ചില സൂക്തങ്ങൾ ഇന്നത്തെ പ്രതിപാദ്യ വിഷയവുമായി ബന്ധപ്പെട്ടതു മാത്രം, അവയിൽ ചിലത് മാത്രം ഞാനിവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രകാശിക്കാൻ, വിദ്യ കൊണ്ട് പ്രകാശിക്കുവിൻ. അദ്ദേഹം പിന്നെ പറയുകയാണ്, മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കുടിക്കരുത്, കൊടുക്കരുത്. ഈശ്വരൻ ഒരുവനേ ഉള്ളൂ, അവൻ സർവവ്യാപിയാണ്. അന്തസ്സുള്ള ജീവിതം നയിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് അതിൽ സന്തോഷിക്കുന്നവർ മൃഗതുല്യർ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, വിചാരിക്കരുത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരദ്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. 1925 ലോകം രാഷ്ട്രപിതാവെന്ന് വിളിച്ച ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശന വേളയിൽ വർക്കലയിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം സന്ദർശിക്കുവാനിടയായി. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ മുഖാമുഖം ദർശിച്ചു.
അവരുടെ സ്നേഹ സംഭാഷണ മധ്യേ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനോട് ചോദിച്ചു, ഹിന്ദു മതത്തിലെ വർണ്ണവ്യത്യാസം പ്രകൃതിക്ക് അനുസൃതമായാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് മഹാത്മാഗാന്ധി തൊട്ടടുത്ത് നിന്ന ഒരു മാവ്, ആ മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവിനോട് പറഞ്ഞു, ഗുരുജി അങ്ങ് കാണുന്നില്ലേ, ആ മരത്തിലേക്ക് നോക്കൂ, ആ മരത്തിലെ ഇലകളിലേക്ക് നോക്കൂ, അതിലെ ഫലങ്ങളിലേക്ക് നോക്കൂ. അവയ്ക്ക് പ്രകൃതിയാൽ തന്നെ വലിപ്പ ചെറുപ്പം ഇല്ലേ, വ്യത്യാസമില്ലേ? അതുപോലെ തന്നെയല്ലേ മതവും, ഗാന്ധിജി ഗുരുജിയോട് പറഞ്ഞു. ഇതിന് മറുപടിയായിട്ട് ഗുരുജി ഗാന്ധിജിയോട് പറഞ്ഞത്, ഇലകളുടെയും ഫലങ്ങളുടെയും സത്തും മണവും എല്ലാം ഒരുപോലെ തന്നെ, എന്നാൽ അവയ്ക്കിടയിലെ വലിപ്പച്ചെറുപ്പം അവയ്ക്ക് ലഭിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെയും അവയുടെ വേരുകൾ ഭൂമിക്കടിയിൽ നിന്നും വലിച്ചെടുക്കുന്ന ജലത്തിൻ്റെയും ധാതുക്കളുടെയും ലഭ്യതയ്ക്ക് അനുസൃതമായിട്ടാണ്. അതുപോലെ തന്നെ മനുഷ്യരും വ്യത്യസ്തരാകുന്നത് അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ മൂലമാണ്. പ്രത്യക്ഷത്തിൽ ഇവരെല്ലാം വ്യത്യസ്തരായി തോന്നാമെങ്കിലും ഗുണപരമായി എല്ലാവരും ഒന്നുപോലെ തന്നെയാണ്, ഒന്നു തന്നെയാണ്. ഇങ്ങനെ ജാതി വ്യവസ്ഥയിലുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വളരെ ലളിതമായി ഗുരുജി ഗാന്ധിജിക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് ഏറെയാണ്. എന്നാൽ അതെല്ലാം പ്രതിപാദിക്കുക സമയം തികയില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ സമയം അനുവദിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പ്രതിപാദ്യ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിനെ സ്മരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടരാകുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെ നമ്മുടെ ഭാഗമാക്കുന്നതും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രമാണ്. അങ്ങനെ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരെ മാത്രം ഇരുത്തിക്കൊണ്ടാണോ ക്ലാസ് മുറികളിൽ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായ ഈ വലിയ മനുഷ്യൻ ശ്രീനാരായണ ഗുരു പാഠ്യവിഷയമാകുന്നത്? ഇങ്ങനെ അടിക്കടി വർഗീയ വിഷം സമൂഹത്തിലേക്ക് കുത്തിവയ്ക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ത് നന്മയാണ് ജനത്തിന് വിഭാവനം ചെയ്യുന്നത്? എന്താണ് അദ്ദേഹം, എന്ത് സന്ദേശമാണത് സമൂഹത്തിന് നൽകുന്നത്? എന്ത് മാതൃകയാണ് അദ്ദേഹം ഈ സമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സമുദായത്തെ മാത്രം ഉദ്ധരിക്കാൻ എനിക്ക് മതമില്ല, എനിക്ക് ജാതിയില്ല എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്ത ശ്രീ നാരായണ ഗുരുവിനെ മുൻനിർത്തി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ചെയ്തും പറഞ്ഞും കൂട്ടുന്നത്, അതുവഴി ഈ സമൂഹത്തിന് അദ്ദേഹം എറിഞ്ഞു കൊടുക്കുന്നത് നന്മയോ തിന്മയോ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. സാമൂഹിക ഉദ്ധാരണമാണോ, സമുദായ ഉദ്ധാരണമാണോ, അതോ സ്വയം ഉദ്ധാരണമാണോ അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അനുദിനം അനുനിമിഷം വർഗീയ വിദ്വേഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ഇന്നലെ പറഞ്ഞ ആ വാക്കുകൾ, അത് ഒരു സമൂഹത്തിന്, ഒരു ജാതിക്കോ ഒരു മതത്തിനോ അല്ല, ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഭാഷയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്.
കേരളത്തിലെ ജനം തിരഞ്ഞെടുത്തയച്ച ഒരു ജനപ്രതിനിധി, കേരളത്തിലെ ജനം തിരഞ്ഞെടുത്തയച്ച നിയമസഭയിലായിരിക്കുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ. ശ്രീ വി ഡി സതീശനോട് എനിക്ക് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് പ്രത്യേക അമർഷമൊന്നുമില്ല. പക്ഷേ ജനം തിരഞ്ഞെടുത്തയച്ച ജനനായകനെ എന്തിൻ്റെ പേരിലാണ് ശ്രീ വി ഡി സതീശൻ എന്താണ് പറഞ്ഞത്? എന്നെ തിരഞ്ഞെടുത്ത നിയമസഭയിലേക്ക് അയച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ജാതിയിലോ മതത്തിലോ പെട്ടവരല്ല, മറിച്ച് ഈ നാടിനെ സ്നേഹിക്കുന്ന, എന്നെ അറിയുന്ന ഈ സമൂഹമാണ്, ഈ നന്മയുള്ള നല്ല ജനമാണ് എന്നെ തിരഞ്ഞെടുത്തയച്ചത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടി നിലകൊള്ളാൻ എനിക്കാവില്ല എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് ചേർന്ന് നിന്ന് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പരസ്യമായി വിഴിപ്പലക്കി. എന്താ പറഞ്ഞത്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, കേരളത്തിലെ ജനനായകൻ, ജനസമ്മതിയുള്ള ഒരു ജനപ്രതിനിധി ശ്രീ വി ഡി സതീശൻ ഈ നാടിന് കൊള്ളാത്തവനാണ്, കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ വി ഡി സതീശൻ എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഇത് കേരള സംസ്കാരത്തിന്, കേരളത്തിൻ്റെ പൈതൃകത്തിന് ചേരുന്ന ഭാഷയാണ്. അതും ഇതുപോലെ ഒരു നേതാവ് എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് വരാവുന്ന കൊള്ളാവുന്ന ഒരു ഭാഷയാണോ, സംസ്കാരമാണോ? പരസ്യമായി പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെതിരെ ഇത്രയും മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായി അവഹേളിക്കാൻ മാത്രം വി ഡി സതീശനേക്കാൾ എന്തു മേന്മയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനുള്ളത്? ശ്രീനാരായണ ഗുരുദേവൻ ഈഴവ സമുദായത്തോടല്ല, ഈ സമൂഹത്തോട് മൊത്തത്തിൽ വിളിച്ചു പറഞ്ഞത്, എനിക്ക് ജാതിയില്ല, എനിക്ക് മതമില്ല, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഒരു മനുഷ്യനാണ്. ഒരു ജാതി, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ജീവിച്ചു കാണിച്ചു തന്ന ശ്രീനാരായണ ഗുരുദേവൻ ജന്മം നൽകി പടുത്തുയർത്തിയ പ്രസ്ഥാനത്തിന് കളങ്കം വരത്തക്ക രീതിയിൽ കേരളത്തോട് ഉച്ചഭാഷണിയിൽ വിളിച്ചോതിയ ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് സഹതപിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ശ്രീ വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് പറയുവാനുള്ളത്, ആത്യന്തികമായി പറഞ്ഞു വയ്ക്കുവാനുള്ളത് ഒന്ന് മാത്രമാണ്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കൊച്ചു ക്ലാസ്സുകളിൽ സാമൂഹിക പാഠത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ പഠിച്ചിട്ടുണ്ട്, ആദരവോടെ കേട്ടിരുന്നിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ജീവിക്കുന്ന പ്രതിഭാസമായി എൻ്റെ മുന്നിൽ എൻ്റെ അധ്യാപകൻ്റെ വായ്മൊഴികളിലൂടെ ശ്രീനാരായണ ഗുരുവിനെ ഞാൻ ജീവനോടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല ശ്രീ വെള്ളാപ്പള്ളി നടേശനെങ്കിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കണം. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കണം, വായിച്ചറിയണം, വായിച്ചു പഠിക്കണം, വായിച്ചു ഹൃദയസ്ഥമാക്കണം. എന്നിട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചു രൂപം കൊടുത്ത് വളർത്തിയെടുത്ത ആ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കാൻ എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് ചിന്തിക്കുക കൂടി വേണം. പഠിച്ചിട്ട് മാത്രം ശ്രീനാരായണ ഗുരുദേവൻ എന്ത് ആഗ്രഹിച്ചുവോ, എന്ത് നടക്കണമെന്ന് ആഗ്രഹിച്ചുവോ, ശ്രീനാരായണ ഗുരുദേവൻ എന്തൊക്കെ ലോകത്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ, അതിൻ്റെയൊക്കെ പിന്നാലെ പരക്കം പായുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശ, സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒരു സഹജീവി മനുഷ്യനെന്ന നിലയിൽ അങ്ങയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുക. പഠിച്ചു മാത്രം സമൂഹത്തിലേക്ക് ഇറങ്ങുക. അങ്ങനെ നമ്മുടെ അങ്ങയുടെ ജീവിത സായാഹ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ
ശ്രീനാരായണ ഗുരുദേവൻ്റെ നന്മകൾ പഠിച്ച് ആ നന്മയുടെ ജീവിതം സ്വജീവിതത്തിലേക്ക് അല്പാൽപ്പം പകർത്തി ഈ സായങ്കാല വേളയിൽ ഒരു നന്മയുള്ള മനുഷ്യനായി, നന്മയുടെ പ്രതിരൂപമായി ശ്രീനാരായണ ഗുരുദേവൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതത്തിൻ്റെ ഉദാത്ത മാതൃകയായി അങ്ങയെ ജനം ആദരിക്കാനിടയാകുന്ന രീതിയിൽ അങ്ങയുടെ പ്രവർത്തന മേഖല സജ്ജമാകട്ടെ, സജീവമാകട്ടെ, സജ്ജമാക്കണം, സജീവമാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.